ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ക്യാമ്പസ് സെർച്ച്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെ നമുക്ക് നമ്മുടെ കരിയർ ജേർണി അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന മിക്കവരും നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പഠിത്തത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കുറച്ച് സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ ഒരു ജോബിലോട്ട് പോകുമ്പോഴോ ഒരു വർക്ക് സ്പേസിലോട്ടൊക്കെ പോകുമ്പോഴോ നമ്മളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രൈവറ്റ് അക്കൗണ്ട് കാണും. അതല്ലാണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എസ്പെഷ്യലി ലിങ്ക്ഡിനിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ആക്റ്റീവായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങളുടെ വർക്ക്, ഇപ്പം നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻ്റ് ആണെന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്, അതിലോട്ടൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനെയൊക്കെ പറ്റി വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന രീതിയിൽ ഇടാൻ പറ്റിയൊരു അക്കൗണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആൻഡ് നമുക്കറിയാം, നമ്മൾ പ്രൈവറ്റ് അക്കൗണ്ടിൽ ഭയങ്കര ഫണ്ണായിട്ട് നമ്മുടെ ഫോട്ടോസും റീൽസും മീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും, നമ്മൾ പോസ്റ്റ് ചെയ്യും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ വർക്ക്സ്, നിങ്ങൾ എന്ത് ചെയ്താലും അതിപ്പോൾ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് അതിലൂടെ നമ്മൾ ആ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ സെയിം നീഷിലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വേറെ കമ്പനീസിൽ ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്, അങ്ങനെ കമ്പനി റൺ ചെയ്യുന്ന സിഇഒസ് ആരൊക്കെയാണ്, ആ കമ്പനീസ് ഏതൊക്കെയാണ്, ആ നീഷിലുള്ള ആൾക്കാരെ, ആ സെയിം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക, ആ കമ്പനീസ് ഫോളോ ചെയ്യുക, അവരുമായിട്ടൊരു ടച്ച് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലും ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അച്ചീവ്മെൻറ്റ്സും എക്സ്പീരിയൻസും ഒക്കെ ഇട്ടാൽ തന്നെ അത് മാത്രം ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളുടെ ആ ഏരിയയിലുള്ള പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ട് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. അവർക്ക് DM ചെയ്യണം, നമ്മുടെ വർക്ക് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ വർക്ക് കണ്ടാൽ നമ്മളൊരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ അവർക്ക് നൽകണം. ആൻഡ് ഇതൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ടും കൂടി നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അടിപൊളിയായിട്ട് നിങ്ങളുടെ എയിം എന്താണോ അതിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലൊക്കെ പോയിട്ട് റീൽസ് ഷെയർ ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രി, നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ നമ്മൾ എൻഗേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോൾ ട്വിറ്ററിലാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വന്നു, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ വന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കാണുമ്പോൾ അത് റീട്വീറ്റ് ചെയ്യാം. നമ്മുടെ പെർസ്പെക്റ്റീവ്സ് എന്താണ്, കമൻറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ, അതുകൂടി നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിൻ്റെയും കൂടെ ആയിരിക്കും അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ പല കമ്പനീസും നിങ്ങളുടെ റെസ്യൂമേ ഒക്കെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡിജിറ്റലി നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലും നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ എങ്ങനെയാണ് കമൻറ്റ് ചെയ്തിരുന്നത്, നിങ്ങളുടെ ഒരു ബിഹേവിയർ ഒക്കെ ചില കമ്പനീസ് ഇപ്പോൾ നോക്കാറുണ്ട്. സോ നിങ്ങൾ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കണം കമൻറ്റ്സ് ഇടേണ്ടതും. നിങ്ങൾ ഫീഡ് നോക്കുമ്പോൾ കുറച്ച് പ്രൊഫഷണലിസം തോന്നിക്കണം. നിങ്ങളുടെ ബയോ ഇടുമ്പോൾ തൊട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്നത് തൊട്ട് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ മെയിൻ പർപ്പസ് നെറ്റ്വർക്കിംഗ് ആൻഡ് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത് കാണിക്കാൻ വേണ്ടിയും കൂടെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ലീഡേഴ്സായിട്ടും നിങ്ങളുടെ കണക്ഷൻസിലുള്ള ആൾക്കാരുമായിട്ടും നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാം, നിങ്ങൾ ചെയ്ത വർക്ക് ഇതാണെന്ന് നിങ്ങൾക്ക് പറയാം. സോ അതുവഴി നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റീസിലോട്ടുള്ള ഒരു വേ ഓഫ് ഡോർ ആയിരിക്കും തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് നമുക്ക് എത്രമാത്രമാണ് സോഷ്യൽ മീഡിയ ഒരു ഇമ്പോർട്ടൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ കരിയർ ജേർണിയിൽ ഉണ്ടാക്കാൻ പറ്റും വെറും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കൂടെ പേഴ്സണൽ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ കാഞ്ചന സിംഗ്. ബൈ.